ഹലോ എവ്രി വൺ. നവരാത്രി സീരീസ് ഡേ 5 നിന്ന് കളർ വൈറ്റ് ആണ്. നമ്മൾ വൈറ്റിൽ രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ലൈനിങ് പാർട്ടിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടി ഇതുപോലെ മെറ്റീരിയൽ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്, ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ നമുക്ക് വരേണ്ടത് ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ്. ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തയ്യൽത്തും കൂടെ ചേർത്താണ് കേട്ടോ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ ഈ ഒരു കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിലെ ആം ഹോളിൽ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനായിട്ട് ഈ മിഡിൽ പോർഷനിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചെടുക്കാം. മുകളിൽ നിന്നും താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് വരേണ്ടത്. ഇവിടെ തയ്യൽത്തും കൂടെ ചേർത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് വരേണ്ടത്. ഇവിടെ തയ്യൽത്തും കൂടെ ചേർത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ബോഡിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പാർട്ടിലായിട്ട് കോർണർ പോർഷനിൽ ആ ഓപ്പൺ സൈഡ് വരുന്നില്ലേ, അവിടെ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഹിപ്പ് മാർക്ക് ചെയ്ത പോയിന്റും ഈ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓപ്പൺ ചെയ്ത് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ഈ ഒരു എക്സ്ട്രാ മാർക്കിംഗ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിവിടെ യോക്കിലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്കിൻ്റെ പാർട്ട് ഇതാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ 12 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വച്ച ശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ആ ഒരു പീസിൽ ഓപ്പൺ സൈഡിലായിട്ട് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ടൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ഫ്രണ്ടിലെ മെയിൻ പാർട്ട് എടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ടിൻ്റെ താഴേക്ക് വരുന്ന ഒരു പീസാണിത്. നമ്മൾ ഈ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് മുകളിലേക്ക് നീക്കിയിട്ടാണ് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴെ നമ്മളെ ലൈനിങ് ഫാബ്രിക്കിൽ നിന്നും 2.5 ഇഞ്ച് എക്സ്ട്രാ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഓപ്പൺ സൈഡ് നമ്മൾ നേരത്തെ ലൈനിങ്ങിലും ഓപ്പൺ സൈഡ് വരുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻ്റാണ് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കാണുന്ന പോലെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ഫോൾഡ് ചെയ്ത സൈഡിൽ ഇതുപോലെ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടാവും. ഇത് നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ യോക്ക് പാർട്ട് കട്ട് ചെയ്ത ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാർട്ടിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കാണുന്ന പോലെയാണ് നമുക്ക് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. യോക്ക് പാർട്ടിൽ ഇതുപോലെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം നടുവിലായിട്ടൊരു 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ മിഡിൽ പോർഷൻ്റെ ഒരു സൈഡിൽ 3 ഇഞ്ച് ഒരു സൈഡിൽ 3 ഇഞ്ച് അങ്ങനെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ പ്ലീറ്റ്സിൻ്റെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലേറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഫോൾഡ് ചെയ്ത് നമുക്ക് നെക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനത്തെ മോഡലൊക്കെ ചെയ്യുമ്പോൾ റെഡിമെയ്ഡ് കുർത്തിയിൽ അതുപോലെ ഡിസൈനർ കുർത്തീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് നെക്കൊന്നും താഴേക്ക് അവർ ഇറക്കാറില്ല. അപ്പം നമ്മളും ഇതിലൊരു ചെറിയ നെക്കാണ് കൊടുക്കുന്നത്. അതാണ് അതിൽ റെഡിമെയ്ഡിൻ്റെ ഒരു ലുക്ക് തരുന്നത്. അതിനായിട്ട് ഇവിടെ കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത പോയിൻറ്റിനെ റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിവിടെ ബാക്ക് പാർട്ട് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ഇതുപോലെ ബാക്കിലെ മെയിൻ പാർട്ടിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ ലെങ്ത് ലൈനിങ് ഫാബ്രിക്കിനേക്കാളും 2.5 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്.
ഈ ഒരു രീതിയിൽ സെയിം ടു സെയിം ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പാർട്ടിൽ കൊടുത്ത പോലെ സെയിം ആയിട്ടാണ് നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ചും താഴേക്ക് ഇറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ 4 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. സ്ലീവിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. വീതി മെറ്റീരിയലിന് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ 2 പോയിന്റിൻ്റെയും മിഡിൽ പോർഷൻ ഇതുപോലെ കണ്ടുപിടിച്ച ശേഷം അകത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് ആം ഹോളിൽ വരുന്ന ഒരു എക്സ്ട്രാ മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ ഇറക്കം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് വരച്ച ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മിഡിൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം 2 പീസ് ഓപ്പൺ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഫ്രണ്ട് ആം ഹോളിലെ എക്സ്ട്രാ മാർക്കിംഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്ലീവ് റെഡിയാണ്. സ്ലീവിൻ്റെ ചീത്ത വശത്തിൽ ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നെക്കിനെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. കട്ട് കൊടുത്ത ശേഷം ലൈനിങ് ഫാബ്രിക്കിനെ ഉള്ളിലാക്കിയിട്ട് മെയിൻ ഫാബ്രിക് പുറത്തെടുക്കാം. ഈ ഒരു നെക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, വീണ്ടും നമ്മൾ അയൺ ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ ആ ഒരു പ്ലീറ്റ്സ് ഉണ്ടല്ലോ, പ്ലീറ്റ്സിനെയും കറക്റ്റായിട്ടൊന്ന് വെച്ച ശേഷം നമ്മളിവിടെ അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ പാർട്ടും ആം ഹോളും അതുപോലെ ആ ഒരു ഹിപ്പിൻ്റെ പാർട്ട് വരെ നമുക്ക് ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷോൾഡർ പാർട്ടിൽ ഒരു 1/4 ഇഞ്ച് ഒരു സ്ലോപ്പ് കൊടുക്കാനുണ്ട്. അത് ഞാൻ വിട്ടുപോയി. അത് ഈ ടൈമിൽ കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ പാർട്ടിലേക്കാണ് ആ ഒരു സ്ലോപ്പ് കൊടുക്കേണ്ടത്. സെയിം ആയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഷോൾഡർ പാർട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് ആം ഹോളിൻ്റെ ആ പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മാർജിൻ കൊടുത്ത പാർട്ടിലൂടെ നമുക്ക് ബോഡി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് പാർട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു താഴത്തെ പാർട്ടും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നേരിട്ട് കാണാൻ ആ ഫോട്ടോയിലുള്ളതിനേക്കാളും നല്ല ഭംഗിയാണ്. ഇവിടെ മെറ്റീരിയൽ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 1/2 മീറ്ററും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്, സബ്സ്ക്രൈബ് ചെയ്യല്ലേ?